ഇത് കൊണ്ടുപോകുന്നത് സുനിതയ്ക്കുള്ള പനങ്കൈയാണ്. എടുത്തോ. വർഷങ്ങൾക്കപ്പുറം കാലം പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകളിലൂടെ നമുക്ക് തുടരാം. കേരളത്തിലെ ആദ്യത്തെ ആന വളർത്തൽ പരിശീലന കേന്ദ്രമായ കോടനാട് 1895 ആരംഭിക്കുന്നത്. വനത്തിൽ വെച്ച് പരിക്കേറ്റതോ ഒറ്റപ്പെട്ട അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളിൽ കണ്ടുകിട്ടുന്ന ആനകളെ പുനരധിവസിപ്പിക്കുന്നതിനും ആനകൾക്ക് വേണ്ട വൈദ്യസഹായം, ശരിയായ പോഷകാഹാരവും ആരോഗ്യം സുഖം പ്രാപിക്കാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ് കോടനാട് ആന വളർത്തൽ പരിശീലന കേന്ദ്രം. കോടനാട് ആനക്യാമ്പിലേക്ക് അതിഥിയായി എത്തിയ ഒരു സുന്ദരിയുണ്ട്. ഇത് അവളുടെ കഥയാണ്. 1990 ഡിസംബർ 24 വയനാട്ടിലെ മുത്തങ്ങയിൽ നിന്ന് കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്ക് 19ാം വയസ്സിൽ സുനിത എത്തുന്നത്. ആന ക്യാമ്പിലെ ഒരു അംഗമായി മാറിയ സുനിത പൊതുവെ ശാന്ത സ്വഭാവക്കാരിയായും വനം വകുപ്പിന്റെ പരിചരണത്തിന് കീഴിൽ മിടുക്കിയായി വളർന്നു. ഇവിടെ സുനിത വരുന്നത് 90-ലാണ്. 90 വരുമ്പോ ആനയ്ക്ക് അന്നത്തെ കണ്ടീഷനിൽ 7 മാസം ഗർഭിണിയായിരുന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് അവിടെ കാട്ടിൽ വിട്ട് തീറ്റുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ കാട്ടിൽ വിട്ട് തീറ്റുന്ന സമയത്ത് ഇങ്ങനെ ആന കാട്ടിലൂടെ മണ്ണ് മുകളിലേക്ക് ഇടുമല്ലോ. അപ്പൊ അങ്ങനെ ഈ ആന മുകളിൽ കയറിയ പാട് ആ മണ്ണിന്റെ മുകളിലുണ്ടായിരുന്നു. അതിന്റെ ചില അവശിഷ്ടങ്ങളും അതിന്റെ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ട് ആ ഡേറ്റ് വെച്ചിട്ട് എഴുതിയിട്ടതാണ്. ഗിരി എന്നൊരു ഡോക്ടറായിരുന്നു അന്ന്. അപ്പൊ ആ ഡോക്ടർ അന്നത്തെ കണ്ടീഷനിൽ എഴുതി വെച്ചിരുന്നു. അന്നേരം വന്നപ്പോ ഇത് ഗർഭിണിയാണെന്ന് കാണുന്ന ഒരു ശാരീരിക പ്രകൃതി അനുസരിച്ച് അറിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് 12 മാസം കഴിഞ്ഞപ്പോ ആന പ്രസവിച്ചത്. 20 മാസമാണെങ്കിൽ പെൺകുട്ടിയാണെന്നും 21 മാസമാണെങ്കിൽ ആൺകുട്ടിയാണെന്നുമാണ്. അങ്ങനെയാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞ കണ്ടീഷനിൽ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഇത് കൊമ്പനാനക്കുട്ടിയായിരുന്നു. 21ാമത്തെ മാസത്തിലാണ് ഉണ്ടായത്. 1991 സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച പുലർച്ചെ കൃത്യം 5:15 സുനിത ഒരു കുട്ടിക്കൊമ്പന് ജന്മം നൽകി. ലക്ഷണമൊത്ത ഒരു കുട്ടിക്കൊമ്പൻ. സണ്ണീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ കൊണ്ടുപോകുമ്പോൾ അത് കുഞ്ഞിൻ്റെ തള്ളാനയുടെ കാലിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു ഉപയോഗിച്ച് പോകുമ്പോൾ തുമ്പി കൈ കൊണ്ട് തോണ്ടിയും കിടക്കും. പുഴയിൽ മുങ്ങി കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് മുങ്ങും പൊങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് കയറി വരുമ്പോഴും അതുപോലെ ഇടവഴിക്കടെ കയറി വരുമ്പോൾ വേവിച്ചു പോകുന്ന സമയത്ത് തുമ്പി കൈ കൊണ്ട് തോണ്ടിയിരുന്നു. അതുകൊണ്ട് നേരെ നടത്തി കൊണ്ടുപോകും. അങ്ങനെ ഓടിയും ചാടിയും ഒരു 3 മാസം നല്ല ആക്റ്റീവായൊരു ആനക്കുട്ടിയായിരുന്നു. അന്നത്തെ DFO ആയിരുന്ന സുരേന്ദ്രകുമാറിന്റെ ആഗ്രഹപ്രകാരമാണ് കുട്ടിക്കൊമ്പന് സണ്ണി എന്ന് പേരിട്ടത്. കോടനാട് ആനക്കളരിയിൽ ആദ്യമായി പിറവിയെടുത്തവനാണ് സണ്ണി. സുനിതയുടെയും സണ്ണിയുടെയും പാപ്പാനായിരുന്ന സുബ്രഹ്മണ്യന്റെ വൈഫാണ്. ചേട്ടനിപ്പോൾ ജീവിച്ചിരിപ്പില്ല. സുനിതാനെക്കുറിച്ചും സണ്ണിയാനെക്കുറിച്ചും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം സുനിതയുടെ മകനാണ് സണ്ണി എന്ന കുട്ടിയാന. ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു. ചേട്ടനെ കാണാതെ ചേട്ടനെ അവിടെ പോയാലും കരച്ചിലും ചേട്ടൻ്റെ പുറകെ എത്തുമായിരുന്നു. എന്നും രാവിലെ റോഡ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ചേട്ടനോട് ആരും കൂടുതലായിട്ട് സംസാരിക്കണതോ ചേട്ടൻ്റെ തോളത്ത് കൈയിടുന്നതോ കൈ പിടിക്കുമ്പോൾ അവന് ദേഷ്യം കയറി അവൻ മുമ്പ് നടക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവമായിരുന്നു. അവന് ഇഷ്ടപ്പെടാത്തൊന്നും ചേട്ടൻ ചെയ്യില്ലായിരുന്നു. അവന് ദേഷ്യം വന്നൊന്നും ചേട്ടൻ ചെയ്യില്ല. അത്രയ്ക്ക് ലാളിച്ച് സ്നേഹിച്ചാണ് അവനെ ചേട്ടൻ വളർത്തിയത്. ലാസ്റ്റ് ചേട്ടന് ഭയങ്കര വിഷമായിരുന്നു അവനെ കൊണ്ടുപോയിപ്പോൾ. പിന്നീട് സണ്ണിയുടെ 11ാം വയസ്സിൽ കോടനാട് ആനക്യാമ്പിൽ നിന്നും വയനാട്ടിലെ മുത്തങ്ങ ആനക്യാമ്പിലേക്ക് സണ്ണിയെ മാറ്റിയിരുന്നു. സുനിതയുടെ കണ്ണിൽ ഇന്നും ഒരമ്മ വാത്സല്യം നിഴലിക്കുന്നുണ്ട്. ഇന്ന് ക്യാമ്പിലെ 7 ആനകളിൽ വെച്ച് ഏറ്റവും പ്രായം ചെന്നവൾ. സുനിതയ്ക്ക് ഇപ്പോൾ പ്രായം 55. ആനക്യാമ്പിലെ പിടിയാനകളിൽ ഏറ്റവും മിടുക്കിയാണവൾ. ശാന്തസുന്ദരി. 1982 സുനിത ഏഷ്യാഡിലും പങ്കെടുത്തിട്ടുണ്ട്. ആനക്യാമ്പിലെത്തുന്ന സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾക്ക് സുനിത ഏറെ പ്രിയങ്കരിയായി മാറാറുമുണ്ട്. Hello, this is Sunita and she's 55 years old. She's very beautiful and very charmful. I like so much this elephant. എൻ്റെ പേര് ഗോപൻ. ഇവൻ പേര് ആനന്ദ്.
1 വർഷത്തോളം ആവുന്നു ഞാൻ ആനയുടെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ രാവിലെ ഞങ്ങളൊരു 6 മണിയാകുമ്പോഴേക്കും വന്ന് തറന്നാക്കും. തറന്നാക്കി അതിന് ശേഷം തറയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആനയുടെ തീറ്റ എടുത്ത് വയ്ക്കാൻ തുടങ്ങും. പുല്ലെടുത്ത് വയ്ക്കും. പിന്നെ പ്ലാവിൻ്റെ ഇല എടുത്ത് വെച്ചതിന് ശേഷം ഒരു 7-7:15 നടക്കാൻ പോകും. 10 റൗണ്ട് നടക്കും. 10 റൗണ്ട് നടത്താൻ കഴിഞ്ഞ് വന്ന് ആനയ്ക്ക് ചോറ് കൊടുക്കും. സുനിത ആനയ്ക്കുള്ള ചോറാണ് ഊറ്റുന്നത്. ആന നടന്നു കഴിഞ്ഞ് വന്നിട്ട് ആനയ്ക്കുള്ള ചോറ് ഊറ്റാണ്. ഇത് സുനിത ആനയുടെ ചോറാണ് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഊറ്റി കഴിഞ്ഞ് നേരെ മുകളിൽ കൊണ്ട് കൊടുക്കുന്നത് ഈ ആനയ്ക്ക്. ചോറ് കൊടുത്തതിന് ശേഷം തറയെ കൊണ്ടുവരും. കഴുകിന് ശേഷം കഴുകി കെട്ടിയതിന് ശേഷം പിന്നെ തീറ്റ കൊടുക്കും. പിന്നെ ഞങ്ങളൊന്ന് ഇടയ്ക്ക് ആന ചെക്ക് ചെയ്യും. എന്നുവെച്ചാൽ എന്തെങ്കിലും അപകട സംഭവം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യും. എന്നുവെച്ചാൽ ഇപ്പോൾ ടാങ്കിൽ വെള്ളം തീർന്നുണ്ടോ എന്ന് നോക്കും. തീറ്റ വലിച്ചെറിഞ്ഞുണ്ടോ എന്ന് നോക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കും. വന്നിടയ്ക്ക് രാത്രി ആയാലും ഞങ്ങൾ ഇടയ്ക്ക് കയറി ചെക്ക് ചെയ്യും. പ്രായത്തിന്റെ പക്വത സുനിതയിൽ കാണാം. ശാന്തത നിറഞ്ഞ ഒരു നിഷ്കളങ്കത്വം അവളിൽ എപ്പോഴും പ്രതിഫലിക്കുന്നു. ലോകത്തെ കൗതുകത്തോട് നോക്കിക്കാണുന്ന ഒരു അമ്മയുടെ തറലിൽ കളിച്ചു നടക്കുന്ന ഒരു കുട്ടിയാനയുടെ നിഷ്കളങ്കമായ ഭാവങ്ങൾ അവൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. നമ്മുടെ ക്യാമ്പിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആനയാണ് സുനിത. സുനിതയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 56-60 വയസ്സിനോട് അടുത്ത് വരുന്നു. മേജറായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. വളരെ സ്ലോ ആണ് ആള്. തീറ്റയൊക്കെ കഴിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം ഇതിന് ഇടയ്ക്ക് ദഹന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മാറും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആനയ്ക്ക് നമ്മൾ സാധാരണ കൊമ്പനാനകൾ കാണുന്ന പോലെ ഇടയ്ക്ക് മതപ്പാട് കാണുന്ന പോലെ ഇതിൻ്റെ ടെമ്പറൽ ഗ്ലാൻഡിൽ നിന്ന് സെക്രീഷൻ വരുന്നുണ്ട്. അത് കൂടുതൽ വലിയ നല്ല ചൂടുള്ള സാഹചര്യങ്ങളിലും അങ്ങനെ ആണ് അത് കാണുന്നത്. മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയ സണ്ണി പിന്നീട് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ചെരിയുകയാണ് ഉണ്ടായത്. കോടനാട് ആനക്യാമ്പിൽ വെച്ചിട്ട് സുനിത ഒരു ആനക്കുട്ടിയെ പ്രസവിക്കുകയും പിന്നീട് അതിനെ മുത്തങ്ങ ആനക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അവിടെ വെച്ചിട്ട് ആ കുട്ടിയാന ചരിഞ്ഞിട്ടുള്ളതാണ്. നിലവിൽ അതിനുശേഷം മറ്റു കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന പരിശീലന കേന്ദ്രങ്ങളിലൊന്നായ കോടനാട് 2016 കോടനാട്ടിൽ നിന്നും കപ്പിരിക്കാട് അഭയാരണ്യത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇപ്പോൾ ആന പരിശീലന കേന്ദ്രം അഭയാരണ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി ഉദ്യാനം കൂടിയാണ് ഇന്ന് അഭയാരണ്യം. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനും കേരളത്തിലെ സമ്പന്നമായ ജൈവവൈവിധ്യത്തിന്റെ സംരക്ഷണവും പാരിസ്ഥിതികമായ സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിലും സുപ്രധാനമായ പങ്കുവഹിക്കുന്ന കേരള വനം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന അഭയാരണ്യം വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു അഭയകേന്ദ്രമായി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. സുനിതയും സണ്ണിയും ആനക്യാമ്പിലെ അതിഥികളായിരുന്നു. ഒരു അമ്മത്തണലെന്നോണം കോടനാട് അഭയാരണ്യം കാലങ്ങൾക്കിപ്പുറവും പുതിയ അതിഥികൾക്കായുള്ള കാത്തിരിപ്പിലാണ്.